ബുധനാഴ്ച കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ കർത്തൃദാസൻ ദൈവമക്കളെല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നതിനായിട്ടും ദൈവത്തിന്റെ മഹത്വം കരയേറ്റുകയാണ്. ഒരു വല്ലാത്ത കാലത്തിലൂടെ നമ്മളെല്ലാം പോകുമ്പോൾ ദൈവം നമ്മളെ അവിടെ എവിടെങ്ങളെല്ലാം സൂക്ഷിക്കുന്ന കർത്താവിന്റെ കരുതലിനും സ്നേഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മൾ എബ്രായ ലേഖനം 7-ാം അധ്യായമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ ആഴ്ചയിൽ 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് ആകെ 13 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളത് പൂർണ്ണമായിട്ട് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ലഭിച്ചിരിക്കുന്ന സമയത്തിനകത്ത് ഞാൻ അതൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 8-ാം അധ്യായം. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു. ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. നമ്മളിപ്പോൾ 8-ാം അധ്യായമാണ് വായിച്ച് ഒന്നാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെയാണ് വായിക്കാനായിട്ട് ഇടയായി തീർന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതനായി ഇവിടെ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ യേശു കർത്താവിന്റെ പൗരോഹിത്യം അതിന്റെ ഒരു സമാപ്തിയിലേക്ക് 7-ാം അധ്യായം പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഈ 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം 1 മുതൽ 6 വരെ അതിന്റെ ഒരു സമാപ്തിയിലേക്ക് കൊണ്ടുവരികയാണ് എബ്രായ ലേഖകൻ ചെയ്യുന്നത്. എന്നേക്കും നിലനിൽക്കുന്ന പൗരോഹിത്യം, ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത പൗരോഹിത്യം, ഒരു ആണയാൽ ഉറപ്പിച്ച പൗരോഹിത്യം, സ്വന്തം മഹിമ കൊണ്ട് മഹിമയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യം, മരണത്തിന് തൊടുവാൻ കഴിയാത്ത പൗരോഹിത്യം, ഒരിക്കലായി മാത്രം യാഗം കഴിക്കേണ്ടുന്ന പൗരോഹിത്യം, എന്നും എല്ലാ ആണ്ടും കഴിക്കേണ്ടാത്ത പൗരോഹിത്യം, സ്വന്തം പാപത്തിന് പരിഹാരം ചെയ്യേണ്ടാത്ത പൗരോഹിത്യം. അങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 7-ാമത്തെ അധ്യായത്തിലൂടെ ഇതുവരെ വായിച്ച് വന്നത്. ഇനി കർത്താവിന്റെ മഹത്വവും കർത്താവിന്റെ സേവനത്തെക്കുറിച്ച് നമുക്ക് പറയാം, ചിന്തിക്കാം. ഇവിടെ പറയുന്നത്
മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നതായിട്ട് പറയുന്നു. ആം, അവിടെ പറയുന്നത് മഹിമയുടെ സിംഹാസനത്തിന്റെ വലഭാഗത്ത് യേശു കർത്താവ് ഇരിക്കുന്നു. He took a seat at the right hand of the throne of majesty in the heavens. So that is the final proof of his glory. തന്റെ മഹത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക, അല്ലെ ഏറ്റവും ഉദാത്തമായ തെളിവ് എന്ന് പറയുന്നത് അതാണ്. ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾക്ക് ഏറ്റവും വലിയ പൊസിഷനിൽ ഇരിക്കാൻ കഴിയുന്നത് അത് ഉറപ്പായും ദൈവത്തിന്റെ വലത്തുഭാഗത്താണ്. ആ പൊസിഷൻ ആർക്കുള്ളതാണ്? നമ്മുടെ കർത്താവിനുള്ളതാണ്. യേശു കർത്താവിന്റെ മഹത്വത്തെക്കാൾ വലിയൊരു മഹത്വം മറ്റൊരാൾക്കും ഇല്ല. അപ്പോൾ അങ്ങനെ യേശു കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുന്നു. രണ്ടാമത്, യേശു കർത്താവ് ശുശ്രൂഷക്കാരനായിരിക്കുന്നു കൂടാരത്തിന്റെ എന്ന് പറയുന്നു. അദ്ദേഹം സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന്, അദ്ദേഹം രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് മഹിമയുടെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും, രണ്ടാമത് താൻ ശുശ്രൂഷകനായി, കൂടാരത്തിന്റെ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ്. മറ്റാർക്കും ആ പൊസിഷൻ തട്ടിയെടുക്കാനായിട്ട് കഴിയുകയില്ല. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുണ്ട്, യേശു കർത്താവിന്റെ ആ മഹത്വം മറ്റാർക്കുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോ ഏറ്റവും വലിയ മഹത്വമുള്ള ആ പദവി കർത്താവിനുണ്ട്. അതോടൊപ്പം ഒരു ശുശ്രൂഷ കൂടെ കർത്താവ് സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ, മതം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, മതം എന്നുകൊണ്ട് എബ്രായ ലേഖകൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ സമീപിക്കാൻ കഴിയുന്ന ഒരു മീഡിയമായിട്ടാണ് അദ്ദേഹം മതത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഏതൊരു പുരോഹിതന്റെയും ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യനിൽ ദൈവത്തിങ്കിലേക്കുള്ള വഴി തുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ യേശു കർത്താവ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ തടസ്സങ്ങളെ എല്ലാം മാറ്റി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലത്തക്ക നിലയിൽ നമ്മൾ പറയുന്നത് പോലെ ഒരു പാലം പണിയുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ബന്ധം സ്ഥാപിപ്പാനായിട്ട് ഇടയായി തീർന്നു. എല്ലാ ഈ മതവുമായി ബന്ധപ്പെട്ട എല്ലാ എഴുത്തുകാരും തങ്ങളുടെ വായനക്കാർക്ക് മനസ്സിലാകുന്ന നിലയിലാണ് എഴുതുന്നത്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം എഴുത്തുകാരെ സംസാരിക്കേണ്ടത്. അത് തന്നെയാണ് നമ്മളും പലപ്പോഴും പ്രസംഗിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ചെറിയ ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ഇത് ഇവിടെ നമ്മൾ വായിക്കുന്ന വാക്യങ്ങളിലൊക്കെ നിഴലുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ കാലഘട്ടം, അതായത് കൾച്ചർ, എബ്രായ ലേഖനമൊക്കെ എഴുതുന്ന കാലഘട്ടത്തിലെ കൾച്ചർ എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത് യവനായ സംസ്കാരമാണ്. യവനായ സംസ്കാരത്തിനകത്ത്, അല്ലെങ്കിൽ യവനായ ഭാഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യവനായ സംസ്കാരമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ഈ യൂണിവേഴ്സിനെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് രണ്ട് ലോകമുണ്ട് എന്ന് യവനായർ ചിന്തിച്ചിരുന്നു. ഒന്ന്, നമ്മൾ ഇന്ന് കാണുന്ന ഒരു ലോകവും മറ്റ് നമ്മളൊന്ന് കാണാത്ത ഒരു വലിയ ലോകവുമുണ്ട് എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. അപ്പോൾ അവർ പറയുന്നത് വലിയൊരു ലോകമുണ്ട്, ആ ലോകത്തിന്റെ കോപ്പിയാണ് ഇന്നത്തെ ഈ ലോകം. നമ്മൾ കാണുന്ന ഓരോ സാധനങ്ങളും ഓരോ കാര്യങ്ങളും എവിടെയോ ഉള്ള ഒരു വലിയ ലോകത്തിന്റെ, യഥാർത്ഥ ലോകത്തിന്റെ കോപ്പിയാണ് എന്ന് അവർ പറയുമായിരുന്നു.
ആം, ഉദാഹരണം പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഒരു ചെയർ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ചെയർ, ഒരു കസേര ഉണ്ട്. അവർ വിചാരിക്കുന്ന എല്ലാ കസേരകളും തികവില്ലാത്ത ഓരോ കോപ്പികളാണ്, ഓരോ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, കോപ്പികളാണെന്നാണ് വിചാരിച്ചിരുന്നത്. ഇന്ന് ഭൂമിയിൽ ഒരു കുതിരയെ കാണുന്നുണ്ടെങ്കിൽ ആ കുതിര എവിടെയോ ഉള്ള യഥാർത്ഥ കുതിരയുടെ ഒരു നിഴല് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കോപ്പി മാത്രമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തെ അവർ വിളിച്ചിരുന്നത് ഇംപെർഫെക്റ്റ് കോപ്പി എന്നാണ്. എന്ന് പറഞ്ഞാൽ തികവില്ലാത്ത ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ലോകത്തിൽ നിഴലുകളിലാണ് നടക്കുന്നത്. എവിടെയോ ഒരു യാഥാർത്ഥ്യമുണ്ട്, അല്ലെ? അപ്പൊ അതുപോലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ തിരിച്ച് യഹൂദ വിശ്വാസത്തിലേക്ക് വന്നാൽ, ഈ ലേഖകൻ പറയുകയാണ്, ഈ ഭൂമിയിൽ കാണുന്ന ആലയം, ദ ടെമ്പിൾ, അത് യഥാർത്ഥ ദൈവാലയത്തിന്റെ ഒരു കോപ്പിയാണ്, അല്ലെങ്കിൽ ഒരു നിഴലാണ്. നമ്മൾ ഇന്ന് ഭൂമിയിൽ ആരാധിക്കുന്ന ആരാധന സ്വർഗത്തിലെ ആരാധനയുടെ ഒരു നിഴലാണ്. ഇന്ന് ഭൂമിയിൽ കാണുന്ന പൗരോഹിത്യങ്ങൾ, ഇത് ലേഖകന്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്, യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ അപര്യാപ്തമായ നിഴലാണ്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ നിഴലുകൾക്കപ്പുറത്ത് എന്തോ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണ് ലേഖകൻ മോശയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്, മോശയോട് പറയുന്നത് പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം. അപ്പൊ മോശ കൂടാരം പണിഞ്ഞപ്പോ ദൈവം കാണിച്ചു കൊടുത്ത മാതൃകയിലാണ് കൂടാരം പണിതത്. And see that you make them after the pattern for them which is being shown you on the mountain. പുറപ്പാട് 25:40. അതാണ് നമ്മളിവിടെ എബ്രായ ലേഖനത്തിലും വായിച്ചത്. ഒന്ന് വായിക്കാമോ? പുറപ്പാട് 25:40. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളേണം. കണ്ടോ? പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം. അപ്പം ഇത് ആ കൂടാരം എങ്ങനെയാണ് പണിയേണ്ടതെന്ന് പോലും ശരിക്കും കാണിച്ചു കൊടുത്തത് ഒരു മാതൃകയാണ്. നമ്മൾ പറയത്തില്ല, ഒരു മോഡല് കാണിച്ചിട്ട് ഇതുപോലെ പണിയണമെന്ന്. ഇപ്പൊ മോശ കണ്ടത് സ്വർഗീയ മോഡലാണ്, സ്വർഗീയ കൂടാരത്തിന്റെ മോഡലാണ്. ഈ നിഴൽ എന്നുള്ള പദത്തിന് 2 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അർത്ഥമാക്കുന്നത് ഒരു യഥാർത്ഥ വസ്തുവിന്റെ ഒരു ഒരു നിഴല്, റിഫ്ലക്ഷൻ എന്നൊക്കെയുള്ള പദങ്ങളാണ്. പ്രതിഫലനം, ഒരു യഥാർത്ഥ വസ്തുവിന്റെ, ഒരു സ്കെച്ചിന്റെ അല്ലെങ്കിൽ ഒരു സ്പെസിമെന്റെ പ്രതിഫലനം എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഭൂമിയിലുള്ള പൗരോഹിത്യങ്ങൾക്കൊന്നും ദൈവത്തിങ്കിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകാൻ, മനുഷ്യനെ കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. കാര്യം ഇവിടെ പറയുന്നത് ഇതെല്ലാം എന്താണ്? നിഴലാണ്. ഇതെല്ലാം ഭൂമിയിൽ കാണുന്നതെല്ലാം നിഴല് പോലെ ഉള്ളതാണ്. യേശു കർത്താവ്, ഈ ഭൂമിയിലെ പൗരോഹിത്യം എന്താണ്? യേശു കർത്താവിന്റെ പൗരോഹിത്യത്തിന്റെ നിഴലാണ്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ലേഖകൻ പറയുന്നത് ഇപ്രകാരമാണ്: ഈവൻ ഭൂമിയിൽ ഉണ്ടായിരുന്ന പൗരോഹിത്യം പോലും സ്വർഗത്തിലെ പൗരോഹിത്യത്തിന്റെ വരാൻ പോകുന്ന മോഡൽ അനുസരിച്ച്, ഫാഷൻ അനുസരിച്ചാണ് ഭൂമിയിൽ കൽപ്പന പോലും കൊടുത്തത് എന്നാണ് ഇവിടെ പറഞ്ഞ് വെക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. യേശു കർത്താവ് നമ്മളെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് പറയാനായിട്ട് കഴിയും. ആ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയും. അപ്പോ ഈ നിഴലിന്റെ അല്ലെങ്കിൽ കോപ്പി എന്നൊക്കെ പറയുന്നത്, 2 ലോകമുണ്ട്.
ആ നിലയിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം പണിഞ്ഞു എന്നൊക്കെ, അത് ആ ഭാഷ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും തൻ്റെ ആ കാലത്തിൽ ജീവിച്ചിരിക്കുന്ന സമകാലീനരായിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ഭാഷ യേശു കർത്താവ്, ക്ഷമിക്കണം, എബ്രായ ലേഖകൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഭൂമിക്ക് നമുക്ക് തരാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന കാര്യത്തിനകത്തും തികവില്ലായ്മയുണ്ട്, ഇംപെർഫെക്ഷൻ ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന തികവ് നമുക്ക് ഈ ഭൂമിയിൽ പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. യഥാർത്ഥ ലോകമെന്ന് പറയുന്നത് നമ്മുടെ പരിധിക്കും പരിമിതികൾക്കും ഒക്കെ അപ്പുറത്താണ്. അപ്പൊ അതുകൊണ്ടാണ് എബ്രായ ലേഖകൻ പറയുന്നത് യേശു കർത്താവിന് മാത്രമേ നമ്മളെ ആ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് യേശു കർത്താവിനെ ഇവിടെ ലേഖകൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ, മധ്യസ്ഥൻ എന്നുള്ള ഭാഷയിൽ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. അതെ, താങ്ക് യു. അവിടെ എഴുതിയിരിക്കുന്നത് ഈ വിശേഷതയേറിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്, ഉടമ്പടിയുടെ മധ്യസ്ഥൻ. അപ്പോ ആ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന യവനായ പദം എന്ന് പറയുന്നത് മെസൈറ്റ്സ് എന്നുള്ള പദമാണ്. MESITES. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും. ജീസസ് ആസ് മീഡിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പദം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നടുക്ക് എന്നുള്ള നിലയിലാണ്, നടുവിൽ എന്നുള്ള നിലയിലാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പോ മെസൈറ്റ് എന്ന് പറഞ്ഞാൽ നടുവിൽ നിൽക്കുന്ന, രണ്ട് വ്യക്തികളുടെ നടുവിൽ നിൽക്കുക മാത്രമല്ല, ആ രണ്ടു പേരെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ പദമാണ് ഇവിടെ യേശു കർത്താവിനെ കാണിച്ചുകൊണ്ട് പറയുന്നത്. യേശു കർത്താവ് മെസ്സൈറ്റ് ആണ്, യേശു കർത്താവ് മധ്യസ്ഥനാണ്. നമുക്ക് യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 33-ാമത്തെ വാക്യം വായിക്കാമെങ്കിൽ അതിനകത്ത് യോബ് കരയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പ്രത്യേക കാര്യം പറഞ്ഞു. 9-ാം അധ്യായം അതിന് 33-ാമത്തെ വാക്യം. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനും ഇല്ല. കണ്ടോ, ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇരുവരെയും അനുരഞ്ജിപ്പിക്കുന്ന ഒരു മധ്യസ്ഥൻ ഞങ്ങളുടെ നടുവിൽ ഇല്ല. അപ്പൊ ഞങ്ങളുടെ നടുവിൽ നിന്ന് ഞങ്ങളെ റിക്കൺസൈൽ ചെയ്യുന്ന, ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരാൾ. അപ്പൊ അതാണ് ആ മധ്യസ്ഥൻ എന്നുള്ള പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസ് മോശയെ ഇത് തന്നെ വിളിച്ചിട്ടുണ്ട്. ഇതേ പദം മോശയ്ക്ക് പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിനകത്ത് 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം, ഗലാത്യർ 3:19. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. കണ്ടോ, ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതത്രേ. അപ്പോ ദൈവത്തിൽ നിന്ന് ആ നിയമം പ്രാപിച്ച് മനുഷ്യനിലേക്ക് കൊടുത്തയാളാണ് മോശ, അല്ലെ? നമുക്കറിയാം, പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ആ കൽപ്പനകളെ പ്രാപിച്ച് മനുഷ്യനെ, ഇസ്രായേൽ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തയാളാണ് മോശ. അപ്പൊ ആ മോശയെ പൗലോസ് വിളിക്കുന്നു മധ്യസ്ഥൻ എന്ന്. ഇനി ഏതൻസിൽ പണ്ട് കാലഘട്ടങ്ങളിൽ അഥേന്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതൻസിനകത്ത് ഈ 60 വയസ്സായ സിറ്റിസൺസ്, പൗരന്മാരെ അവരെ മധ്യസ്ഥന്മാരായിട്ട് ഉപയോഗിക്കുമായിരുന്നു. രണ്ട് സിറ്റിസൺസ് തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ഒരു 60 വയസ്സായ ഒരാളിനെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തും.
ആ പ്രശ്നം പരിഹരിച്ച് അവരെ തമ്മിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അങ്ങനെയുള്ളവരെ ഉപയോഗിക്കുമായിരുന്നു. ഇനി ഈ യവനായ ഭാഷയുടെ നിയമപരമായ ആ, ഭാഗത്തിലേക്ക് കടന്നാൽ, സോ ലീഗൽ സൈഡിലോട്ട് കടക്കുകയാണെങ്കിൽ, ഈ മെസൈഡ്സ് എന്നുള്ള പദത്തിന്റെ അർത്ഥം സ്പോൺസർ, ഗ്യാരണ്ടർ, ഷോറിറ്റി എന്നുള്ളതാണ്. സ്പോൺസർ, ഗ്യാരണ്ടർ, ഷോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വേണ്ടി ജാമ്യം നിൽക്കുക, ഒരു കടത്തിന് വാക്ക് കൊടുക്കുക, ആരുടെയെങ്കിലും ഒരു കടം ഞാൻ എടുത്തുകൊള്ളാം, ഞാൻ പേ ചെയ്തോളാം, ഞാൻ നടച്ചോളാം എന്ന് വാക്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോ മെസൈറ്റ് എന്ന് പറഞ്ഞാൽ, മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ, തൻ്റെ സഹോദരന്റെ, തൻ്റെ സുഹൃത്തിന്റെ കടം കൊടുത്ത് കാര്യങ്ങൾ ശരിയാക്കാൻ താല്പര്യമുള്ള ഒരാളിനെ വിളിക്കുന്ന പേരാണ് മധ്യസ്ഥൻ. മെസൈസ് വാസ് ദ മാൻ ഹു വാസ് വില്ലിംഗ് ടു പേ ഹിസ് ഫ്രണ്ട്സ് ഡെറ്റ് ടു മേക്ക് തിങ്സ് റൈറ്റ് അഗെയിൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് മെസൈറ്റ് എന്ന് പറയുന്നത്. വഴക്കുള്ള, പ്രശ്നമുള്ള രണ്ടുപേരുടെ ഇടയിൽ നിന്നുകൊണ്ട്, രണ്ടുപേരെ നടുവിൽ നിന്നുകൊണ്ട് പ്രശ്നപരിഹാരം വരുത്തുന്ന വ്യക്തിയാണ് മെസൈറ്റ് അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്ന് പറയുന്നത്. ഇതെല്ലാം കാണിച്ച് ഈ ഭാഷ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് എബ്രായ ലേഖകൻ പറയുന്ന യേശു ആണ് നമ്മളുടെ തികവുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള മെസൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കും ദൈവത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥൻ, എക്സ്ക്യൂസ് മീ, യാഥാർത്ഥ്യത്തിലേക്ക് വഴി തുറക്കുന്ന, ദൈവത്തിങ്കിലേക്ക് നമുക്ക് വഴി തുറന്നു തരുന്ന, മനുഷ്യനും ദൈവവും തമ്മിൽ ഉള്ള പ്രശ്നം പരിഹരിക്കുന്ന ഒരേ ഒരു മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പൊ യഥാർത്ഥ ജീവൻ നമുക്ക് തരാൻ കഴിവുള്ളത് ആർക്ക് മാത്രമാണ്? യേശു കർത്താവിന് മാത്രമാണ്. ഇനി 8-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വചനഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇവിടെ ഏറ്റവും വലിയ, ബൈബിളിലെ തന്നെ ഏറ്റവും വലിയ ഉപദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉപദേശം എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെയിൻ ഡോക്ട്രിൻസ്. ഈവൻ നമ്മുടെ പുസ്തകം ബൈബിൾ പോലും ഇരിക്കുന്നത് ഈ വാക്കുകളിലാണ്. ഒന്ന് ഓൾഡ് ടെസ്റ്റമെന്റ്, രണ്ട് ന്യൂ ടെസ്റ്റമെന്റ് അല്ലെങ്കിൽ ഓൾഡ് കവനന്റ്, ന്യൂ കവനന്റ്. ഈ ബൈബിളിൽ എപ്പോഴും ഉടമ്പടി അല്ലെങ്കിൽ ഈ നിയമം എന്നാണ് മലയാളത്തിൽ എഴുതെങ്കിൽ ഞാൻ ഉടമ്പടി എന്ന് പറയാം. ഉടമ്പടിക്ക് ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് ഡിയാതെക്കെ എന്നുള്ളൊരു പദമാണ്. ഡിയാതെക്കെ, ഞാൻ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഡയാതെക്കെ എന്നാകാം, ഡയാതെക് എന്നാകാം, ഡിയാതെക്കെ എന്നാകാം. ഈ ഡിയാതെക്കെ എന്നുള്ള പദത്തിന്റെ ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഉടമ്പടിക്ക് യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായി ഒരു ഉടമ്പടി എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ എടുക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ എടുക്കുന്ന എഗ്രിമെന്റ് ആണ്, ഒരു കരാറാണ് ഉടമ്പടി. ഞാൻ പെട്ടെന്ന് ഒരു പാട്ട് ഓർത്തതാണ് അതിന്റെ ശരിക്കുള്ള വാക്ക് കിട്ടാനായിട്ട്. സ്വർപ്പൂരമീ കരാറിന് സാക്ഷി നിൽക്കുന്ന മനമേ എന്ന് പണ്ട് പാടുമായിരുന്നു കല്യാണങ്ങൾക്കൊക്കെ. അത് പിന്നീട് മാറ്റി കരാറല്ല, അതൊരു ഉടമ്പടിയാണ്, സ്വർപ്പൂരമീ ഉടമ്പടിക്ക് എന്നാക്കിയായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ആ എഗ്രിമെന്റിന്റെ വാക്ക് നോക്കി പോയത്. അപ്പോ ഈ ഉടമ്പടി എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഏർപ്പെടുന്ന ഒരു കരാറിനാണ് സാധാരണ ഒരു കവനന്റ്, നിയമം അല്ലെങ്കിൽ ഉടമ്പടി എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇതിനെല്ലാം കണ്ടീഷൻസ് ഉണ്ട്. ഒരു ഉടമ്പടി എന്ന് പറയുമ്പോൾ, അല്ലെ ഒരു കരാറെന്ന് പറയുമ്പോൾ, നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം, നീ ഇത് ചെയ്യുമ്പോൾ ഞാൻ അത് ചെയ്തിരിക്കും എന്നുള്ള കണ്ടീഷൻസിലാണ് ഈ കരാറുകൾ വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മൾ ഒരു വസ്തു കണ്ടു, ഇഷ്ടപ്പെട്ടു, നമ്മൾ ആ വസ്തുവിന് ഒരു നല്ലൊരു ഡൗൺ പേയ്മെന്റ് കൊടുക്കുക. ഈ 3 മാസത്തിനകത്ത്, ഈ വരുന്ന 3 മാസത്തിനകത്ത് ഞങ്ങൾ ഈ
വസ്തു മേടിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഒരു ഡൗൺ പേയ്മെന്റ് നമ്മൾ കൊടുക്കും. അങ്ങനെ ഒരു കരാർ നമ്മൾ എഴുതും. ഈ 3 മാസത്തിനകത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഫണ്ട് ഒത്തു വന്നില്ലെങ്കിൽ ആ വസ്തു പോയതായിട്ട് കണക്കാക്കണം എന്ന് പറയുന്നത് പോലെ ആണ് കരാർ എന്ന് പറയുന്നത്. അതാരെങ്കിലും ഒരാൾ അതിൻ്റെ കണ്ടീഷൻ ലംഘിച്ചാൽ അതെന്താകും? നഷ്ടമായി പോകും. അപ്പോൾ അങ്ങനെ പലപ്പോഴും ഈ പദം ഡിയാത്തെക്കെ എന്നുള്ള പദം പലപ്പോഴും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ ഗിബയോന്യര് യോശുവയുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുന്നുണ്ട്, യോശുവ 9:6 അതുപോലെ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിനകത്ത് കനാന്യരുമായിട്ട് പാടില്ലാത്ത ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് കാണാൻ കഴിയും ദാവീദ് യോനാഥാനുമായിട്ട് ഒരു കരാറ് നടത്തുന്നുണ്ട്. 1 ശമൂവേൽ 23:18. അവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പദം അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് ഈ ഡിയാത്തക്കയുടെ ആശയമാണ്. എഗ്രിമെന്റ്, കരാറിന്റെ ആശയമാണ്. എന്നാൽ അതിന്റെ പ്രത്യേക ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ, ഉടമ്പടിയെ കുറിച്ച് കാണിക്കാനും കൂടെയാണ്. ആ വാക്യം ഒന്ന് വായിക്കണം. ഒരു മിനിറ്റ്. ഏത് വാക്യമായിരുന്നു? ആവർത്തന പുസ്തകം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. സോറി, ഞാനത് പറഞ്ഞില്ലായിരുന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവന്റെ നിയമം നിങ്ങൾ മറന്ന് നിന്റെ ദൈവമായ യഹോവ വിരോധിച്ചതുപോലെ യാതൊന്നിന്റെയും സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിന്റെ ദൈവമായ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടോ? നിയമം. അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പഴയ നിയമത്തിനകത്ത് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കാനാണ്. ഇത് പുതിയ നിയമത്തിനകത്തും ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഉദ്ദേശിച്ച്. അപ്പം ഒരു കരാർ എന്നുള്ള പദത്തിനകത്ത് അല്ലെങ്കിൽ ആ കാര്യം വരുമ്പോൾ ശരിക്കും എപ്പോഴും നോർമലായിട്ട് ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് സുന്തക്കെ എന്നുള്ള പദമാണ്. സുന്തക്കെ അതൊരു പദമെന്ന് പറയുന്നത് അത് ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഡിയാത്തക്കെ എന്നുള്ള പദം, ഞാൻ നേരത്തെ പറഞ്ഞ ഡിയാത്തക്കെ എന്നുള്ള പദം കരാറല്ല. അതൊരു നമ്മൾ പറയുന്ന ഒരു വിൽപത്രം പോലെ ഉള്ള ഒരു സംഭവമാണ്, വിൽപത്രം പോലെ. എന്നാൽ പുതിയ നിയമത്തിനകത്ത് ഡിയാത്തക്കെയാണ് ഈ വിൽപത്രം അല്ലെങ്കിൽ ഒസ്യോത്ത് എന്നൊക്കെ പറയത്തില്ലേ, ആ അർത്ഥത്തിലുള്ള പദമാണ് നിയമത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം സുന്തക്കെ എന്നുള്ള പദം കരാറാണ്. ഡിയാത്തക്കെ എന്നുള്ള പദം എന്ന് പറയുന്നത്, ഈ കരാർ എന്ന് പറയുമ്പോൾ 2 വ്യക്തികൾ കണ്ടീഷൻ ബേസ് ആയിട്ട് നിയമവിധേയമായിട്ട് നിബന്ധനകൾക്ക് വിധേയമായിട്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ് കരാർ എന്ന് പറയുന്നത്. എന്നാൽ ഡിയാത്തക്കെ എന്ന് പറയുന്നത് അങ്ങനെ മനുഷ്യനും ദൈവവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ടേംസിൽ നടത്തുന്ന ഒന്നല്ല. ബൈബിളിന്റെ അർത്ഥത്തിനകത്ത് ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഈ നിയമം വരുന്നത്. നിയമം സ്ഥാപിക്കുന്നത് ദൈവമാണ്. മനുഷ്യന് എന്നാൽ കുറച്ച് ഇങ്ങനെ കൂടെ ചെയ്യാമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം ദൈവമേ എന്ന് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. അപ്പം മനുഷ്യൻ അങ്ങനെ ദൈവത്തോട് വില വേശാനൊന്നും പറ്റില്ല. ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ആക്കാമോ അങ്ങനെ ആക്കാമോ എന്നൊന്നും ആർഗ്യൂ ചെയ്യാനായിട്ട് കഴിയില്ല. ഒറ്റ കാര്യം ചെയ്യാൻ പറ്റൂ, ഒന്നുകിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, അല്ലെങ്കിൽ അത് നിരാകരിക്കുക, റിജക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരേ വ്യക്തിയിൽ നിന്നാണ്, ഒറ്റ വ്യക്തിയിൽ നിന്നാണ് ഇത് വരുന്നത്. ഞാൻ ചർച്ചിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1-2 വർഷങ്ങൾക്ക് മുൻപ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകാൽ അബ്രഹാമുമായി ബന്ധപ്പെട്ട്
ദൈവം ചെയ്തൊരു നിയമത്തെക്കുറിച്ച് നമുക്ക് ഞാനത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു 2 പാർട്ടി കവനന്റ് അല്ല, അതൊരു 1 പാർട്ടി കവനന്റാ. ദൈവമാണ് ഉത്തരവാദി. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, ദൈവം ഒരു കാര്യം ചെയ്താൽ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ദൈവം അത് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബന്ധം എന്ന് പറയുന്നത്, ഇപ്പോൾ ദൈവത്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ ഉടമ്പടിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിനാണ്. ഒരു ഒറ്റ വ്യക്തിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അപ്പോൾ നമുക്കതിന് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം, അത് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ എനിക്കതിനെ റിജക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഉടമ്പടി എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. മനുഷ്യൻ ദൈവത്തോട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരും തമ്മിൽ കരാർ ഉണ്ടാക്കുന്നത് പോലെ ബാർഗെയിൻ ഒക്കെ, വിലപേശുകയൊക്കെ ചെയ്ത ഒരു ഉടമ്പടി അല്ല. ഇതെല്ലാം ദൈവം എടുത്തൊരു തീരുമാനമാണ്. അതിന്റെ നിയമം ദൈവത്തിൻ്റെതാണ്. മനുഷ്യൻ അത് ശകലം പോലും മാറ്റാനായിട്ട് കഴിയത്തില്ല. ഈ ദൈവം എടുക്കുന്ന, നമ്മൾ ജീവിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ പുതിയ ഉടമ്പടിക്കകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നതാണ് ആ ഉടമ്പടി എന്ന് പറയുന്നത്. നമുക്കിഷ്ടമുള്ളതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ഉടമ്പടിക്കകത്തല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ടേംസിനകത്ത് ദൈവം പറയുന്ന ആ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് ഫ്രീഡം ഉണ്ടെന്ന് പറയുമ്പോഴും ആത്മാവിൻ്റെ, അല്ലെ, കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, നമ്മൾ ഇപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, നമ്മൾ പാപത്തിൻ്റെ പ്രമാണത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ആത്മാവിൻ്റെ, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലാണ് എന്ന് പറയുമ്പോൾ അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. ആമേൻ, സ്തോത്രം. മറിച്ച്, ആമേൻ, സ്തോത്രം, അതിനെ ജയിക്കാനുള്ള ഒരു കൃപയാണെന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ ടേംസിനകത്ത് നമ്മൾ ആ ഉടമ്പടിക്കകത്തേക്ക് പ്രവേശിപ്പാനായിട്ട് ഇടയായിത്തീരണം. അപ്പൊ ഇവിടെ യേശു കർത്താവാണ് നമുക്ക് ആ പുതിയ ഉടമ്പടി കൊണ്ടുവന്നത്. ആ പുതിയ ഉടമ്പടി കൊണ്ടുവന്നത്, ഒന്ന്, ലേഖകൻ ഇതിനെ പുറകോട്ട് തിരിച്ചു കാണിച്ചിട്ട് പറയുകയാണ്. യെരമ്യാവിന്റെ പുസ്തകം നമ്മൾ പലവട്ടം വായിച്ചിട്ടുണ്ട്. 31-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വചനഭാഗമാണ്. നമ്മൾ നേരത്തെ ആ വചനത്തിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം എന്ത് ചെയ്യും, തരും. ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉപദേശിക്കേണ്ടി വരത്തില്ല. അപ്പോ ഇവിടെ വചനം പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുകയാണ്. പഴയതിനെ തൃപ്തികരമല്ലായിരുന്നു. പഴയത് തൃപ്തി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പുതിയ ഉടമ്പടിയുടെ ആവശ്യമില്ലായിരുന്നു. അപ്പോ പഴയ ഉടമ്പടി എന്തല്ലായിരുന്നു? തികവുള്ളതായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ പുതിയ ഉടമ്പടിയെ കുറിച്ചുള്ള രണ്ടാമത്തെ കാര്യം, ഇത് 2 വാക്കുകളുണ്ട് ഈ യവനായ ഭാഷയ്ക്കകത്ത് പുതിയത് എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. ഒന്ന്, നിയോസ് എന്നുള്ള പദമാണ്. ഉദാഹരണം പറഞ്ഞാൽ, പുതിയ ഐഫോൺ ഇറങ്ങി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഐഫോൺ പുതിയ മോഡൽ ഇറങ്ങി എന്നാണ്. ഐഫോൺ 16 കഴിഞ്ഞ വർഷം ഇറങ്ങി, 17 കഴിഞ്ഞ വർഷം ഇറങ്ങി, ഇനി ഇറങ്ങുന്നത് 18 ഇറങ്ങുന്നു. അപ്പം പുതിയ ഐഫോൺ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അത് ഈ സമയത്ത്, ഈ വർഷം പുതിയ അതിൻ്റെ മോഡൽ ഇറങ്ങി എന്ന് പറയുന്നത് പോലെയാണ് നിയോസ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പദം കൈനോസ് എന്നുള്ള പദമാണ്. കൈനോസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിനു മുൻപ് ഇതുപോലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപ് ഇതുപോലെ ഒന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഉടമ്പടി എന്ന് പറയുന്നത് യേശു കർത്താവ് കൊണ്ടുവരുന്ന പുതിയ ഒരു ഉടമ്പടി. ഇതിനു മുൻപ്
ഇതിന് തുല്യമായിട്ടൊരു ഉടമ്പടി ഉണ്ടായിരുന്നില്ല. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി, പഴയതുമായിട്ട് യാതൊരു സാമ്യമില്ലാത്ത പുത്തൻ ഒരു ഉടമ്പടി കർത്താവ് കൊണ്ടുവരികയാണ്. ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് പുതിയ ഉടമ്പടിക്ക്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ആണ് ഈ പുതിയത് എന്നുള്ള അർത്ഥത്തിനകത്തുള്ളത്. ഇനി അടുത്തത്, ഈ ഉടമ്പടി പുതിയതാണെന്നുള്ളത് കൊണ്ട് മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും പണ്ട് ഒരു സമയത്ത് നമുക്കറിയാം, 1000 വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ ഈ ലേഖനം എഴുതുന്ന 1000 വർഷങ്ങൾക്ക് മുൻപ് രെഹോബയാമിന്റെ കാലഘട്ടത്തിൽ രാജ്യത്വം വേർതിരിക്കപ്പെട്ടു. ഇസ്രായേൽ എന്നും 10 ഗോത്രങ്ങളുള്ള ഇസ്രായേലും 2 ഗോത്രങ്ങളുള്ള യഹൂദ എന്നും വേർതിരിക്കപ്പെട്ടു. അവർ പിന്നെ തിരിച്ചൊരിക്കലും വന്നിട്ടില്ല ഒരുമിച്ച്. എന്നാൽ ഈ പുതിയ ഉടമ്പടി വരുമ്പോൾ എല്ലാവരെയും കൂടെ ഒന്നിപ്പിക്കുകയാണ്, അല്ലേ? നിങ്ങൾക്ക് ചരിത്രത്തെ അതിനെക്കുറിച്ച് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ 10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ എന്ന വടക്കൻ ദേശം പിന്നീട് അസീറിയയിൽ അടിമകളായി പോയി. പിന്നീട് പാപം ചെയ്ത് ദൈവത്തിൻ്റെ വാർണിങ്സ് കേട്ട്, മുന്നറിയിപ്പുകൾ കേട്ടിട്ട് മാനസാന്തരപ്പെടാതിരുന്നത് കൊണ്ട് ഇവർ ജാതികളുടെ ഇടയിൽ ഇടകലരപ്പെട്ടു. ഇവര് അങ്ങനെ ഒരു ഇസ്രായേൽ എന്നുള്ള സ്ഥലമെന്ന് പോലും അറിയാത്ത നിലയിലേക്ക് ഇത് മാറി. അതുകൊണ്ടാണ് ഈ ശമരിയ ഒക്കെ ഈ പഴയ ഇസ്രായേൽ ആയിരുന്ന ആൾക്കാരും ജാതികളും തമ്മിൽ മിശ്രവിവാഹം കഴിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാ. അതുകൊണ്ടാണ് ഈ യഹൂദന്മാർക്ക് അയിത്തമുള്ളത്. ശമരിയക്കാരത്തെ സ്ത്രീയുടെ അടുക്കൽ ആ യേശു കർത്താവ് നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ആശ്ചര്യം തോന്നുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ നമ്മൾ പറയത്തില്ലേ ശുദ്ധി നഷ്ടപ്പെട്ടു എന്ന്. ഈ ഉദാഹരണം ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ, ഈ ക്നാനായ എന്ന് പറഞ്ഞ് ഉള്ള ആളുകളുണ്ട്. ക്നാനായ ഇതിൽ വന്ന ആളുകൾ, അവരുടെ ആ ക്നാനായയ്ക്ക് പുറത്ത് പോയി വിവാഹം കഴിച്ചാൽ ആ ശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. അതുപോലെ ഇസ്രായേൽ ഈ മിശ്രവിവാഹമൊക്കെ ചെയ്ത് ജാതികളുമായിട്ട് ഇടകലർന്ന് ഇത് കണ്ടാൽ ഇസ്രായേൽ ആരാ, ജാതി ഏതാന്ന് മനസ്സിലാവാത്ത നിലയിലായപ്പോൾ ഇവർ തമ്മിൽ ശത്രുതയായി, ശുദ്ധിയുള്ളവരും ശുദ്ധിയില്ലാത്തവരും എന്നുള്ള നിലയിലേക്ക് വന്നു. എന്നാൽ പഴയ ഉടമ്പടിക്ക് അവരെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ പുതിയ ഉടമ്പടിക്കകത്ത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഹൂദനും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജാതിയനും ഒരുപോലെ എണ്ണപ്പെടുകയാണ്. അതാണ് പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത. അവർ ഒന്നായി തീരുകയാണ്. അപ്പൊ നോക്കുക, രണ്ടായി വേർതിരിക്കപ്പെട്ട 2 സാമ്രാജ്യങ്ങൾ ഒന്നായി പിന്നെയും വരികയാണ്. അവസാനത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, പഴയ ഉടമ്പടി നമ്മൾ ഒരു നിയമത്തിന്റെ ഓടുള്ള അനുസരണവുമായി ബന്ധപ്പെട്ട് കിടന്നപ്പോൾ, പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിനകത്തും ആത്മാവിനകത്തൊക്കെ എഴുതപ്പെടുകയാണ്. പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്, ഈ പഴയ നിയമത്തിൽ മനുഷ്യൻ അനുസരിച്ചാൽ മാത്രമേ രക്ഷയുള്ളായിരുന്നു. ഇവിടെ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ശിക്ഷയുടെ കാഠിന്യം ഭയപ്പെട്ട് മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുകയല്ല, അവർ ഹൃദയത്തിനകത്ത് വ്യത്യാസം വന്നതുകൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഈ അകത്ത് ആത്മാവിന്റെ പ്രമാണം വന്നതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഇപ്പോ അവരെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം ദൈവത്തോടാണ്. പരിശുദ്ധാത്മാവ് മനുഷ്യനെ ഭൂമിയിലേക്ക് നോക്കിക്കില്ല, പരിശുദ്ധാത്മാവ് മനുഷ്യനെ ഉയരത്തിലേക്ക് നോക്കിപ്പിക്കും. അപ്പോ അങ്ങനെ ഉള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് പെന്തക്കോസ്തിലായതുകൊണ്ടായില്ല. സ്തോത്രം, നമ്മൾ ആത്മാവിന്റെ പ്രമാണത്തിൽ, അതിനെ നമ്മൾ ഈ മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മളെല്ലാം പറയുന്നൊരു വാക്കുണ്ട്, വീണ്ടും ജനനം പ്രാപിക്കണം. ആരെങ്കിലും പറഞ്ഞത് കേട്ട് സ്നാനപ്പെട്ടത് കൊണ്ട് കാര്യമില്ല, ആരെങ്കിലും പറഞ്ഞത് കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിനകത്തൊരു ജനനം സംഭവിക്കണം. അങ്ങനെ ആ ജനനം സംഭവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ നമ്മളെ പിന്നെ നമ്മൾ പാപത്തിന്റെ പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുകയല്ല, നമ്മൾ ആത്മാവിന്റെ അടിമകളാണ്.
അതുകൊണ്ടാണ് അവൻ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, മറിച്ച് ആത്മാവിൽ നിറയണം. എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് കിക്കടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആവരുത്. ഏറ്റവും നല്ലതെന്നല്ല, അത് പാടില്ല. മറിച്ച് ആത്മാവിൽ നിറയണം, ആ സന്തോഷം അനുഭവിക്കണം. അതാണ് പുതിയ നിയമത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ. അപ്പോ അയ്യോ ഞാൻ അനുസരിക്കണമല്ലോ, ഇല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകൂലോ എന്നുള്ള പേടിയിലല്ല ദൈവത്തെ പുതിയ ഉടമ്പടിയിലുള്ളവർ അനുസരിക്കുന്നത്. അവരുടെ ഉള്ളിൽ വസിക്കുന്ന, അവരുടെ അകത്ത് ആത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം അവരെ സ്നേഹത്തിലൂടെ നയിക്കുകയാ. അവർക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്നവരാണ്. ക്ഷമ ലഭിക്കുന്നത് ഈ ഉടമ്പടിയിലൂടെയാണ്. എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുന്നത്, എല്ലാ പാപങ്ങളും മറക്കപ്പെടുന്നത് ഈ പുതിയ ഉടമ്പടിക്കകത്ത് മാത്രമാണ്. പഴയ നിയമത്തിനകത്ത് നിയമം അനുസരിച്ച് മാത്രമേ ബന്ധം സൂക്ഷിക്കാൻ കഴിയുള്ളൂ ദൈവത്തോട്. എല്ലാം മനുഷ്യന്റെ എഫേർട്സിനകത്താണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി മാത്രമായിരുന്നു ദൈവവുമായിട്ടുള്ള ബന്ധം നിൽക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിനകത്ത് ദൈവത്തിന്റെ കൃപയിൽ നമുക്കത് നൽകപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാനത് നിർത്തട്ടെ, വേഗത്തിൽ പോകട്ടെ. പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ യെരമ്യാ പ്രവാചകൻ പറയുന്നത് ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. ഇവിടെ എബ്രായ ലേഖകനും അങ്ങനെ തന്നെ ചിന്തിക്കുകയാണ്. യേശു കർത്താവ് പെർഫെക്റ്റ് സാക്രിഫൈസ് ആയിട്ട് മാറി, ഒരു തികവുള്ള യാഗമായിട്ട് യേശു കർത്താവ് മാറി. ഇനി എല്ലാ വർഷവും യാഗം കഴിക്കണ്ട. ആ യേശു കർത്താവിനെ വിളിച്ച പദമാണ് മെസിറ്റസ്, മീഡിയേറ്റർ. യേശു കർത്താവും നമ്മുടെ മധ്യസ്ഥനാണ്. യേശു കർത്താവ് അല്ലാതെ ഒരു മധ്യസ്ഥനില്ല. ദൈവത്തിങ്കിലേക്ക് വരാൻ, പ്രാർത്ഥനകളുടെ മറുപടി കിട്ടാൻ മറ്റൊരു മധ്യസ്ഥനില്ല. പിന്നെ നമ്മൾ ചിന്തിച്ചു, പണ്ട് പേടിച്ചും ഭയപ്പെട്ടുമൊക്കെ നരകത്തിൽ പോകുമെന്ന് ഭയന്ന് ഒക്കെ ദൈവത്തെ അനുസരിച്ചൊരു കാലഘട്ടമുണ്ട്. എന്നാൽ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് അത് ഒരു വീണ്ടും ജനനത്തിന്റെ ഉടമ്പടിയാണ്. അത് ആത്മാവിന്റെ ഉടമ്പടിയാണ്, ഹൃദയങ്ങൾക്കകത്ത് എഴുതപ്പെടുന്ന ഉടമ്പടിയാണ്. അത് കയ്യിലിരിക്കുന്ന ബൈബിളിനകത്തുള്ള വാക്കുകളിനേക്കാൾ അപ്പുറം അകത്ത് വരുന്ന ഒരു വ്യത്യാസമാണ്. അകത്താരോ ഇരുന്ന് പറയുന്നു, വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ അകത്തിരുന്ന വ്യക്തി ഒരു വ്യക്തി പരിശുദ്ധാത്മാവെന്ന പ്യുവർ ഹോളി സ്പിരിറ്റ് നമ്മുടെ അകത്തിരുന്ന് പറയുകയാ, ഇങ്ങനെ പോകുക, ഇങ്ങനെ ചലിക്കുക, ഇങ്ങനെ സഞ്ചരിക്കുക, ദൈവത്തെങ്കിലേക്ക് നോക്കുക, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ നിയോഗം തന്നുകൊണ്ടിരിക്കും. പാപം ചെയ്യാൻ ടെൻഡൻസി വരുമ്പോ പരിശുദ്ധാത്മാവ് പറയും, അരുത്, ഇത് നീ ദൈവ പൈതലാണ്, അത് ശത്രുവിന്റെ തന്ത്രമാണ്, അതിൽ വീണു പോകരുത്. അങ്ങനെ ഒരു സുഹൃത്തിനെ പോലെ, ഒരു വഴികാട്ടിയായി നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വരികയാണ്. അപ്പോ ഈ പുതിയ ഉടമ്പടിയുടെ കാതൽ എന്ന് പറയുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ് ഈ രക്ഷയിലേക്ക് നമ്മൾ വരുന്നത്. ആ രക്ഷ ദൈവവുമായിട്ട് ആ ബന്ധം സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണം അവനവന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ, പരിശുദ്ധാത്മാവ് ചലിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ പാഷൻസ് ആണോ, നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കോപമാണോ, നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ വികാരങ്ങളാണോ, അതോ നമ്മളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധയാത്മാവാണോ എന്ന് രാത്രിയിൽ ഒന്ന് ശോധന ചെയ്യാം. പണ്ട് ആളുകൾ പ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കി. എന്നാൽ ഇപ്പോൾ അതെല്ലാം കർത്താവ് പറഞ്ഞു, കറ പുരണ്ട തുണി പോലെയാണ് മനുഷ്യരുടെ നീതി പ്രവൃത്തികൾ. എന്നാൽ പുതിയ ഉടമ്പടിയിൽ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി യാഗം കഴിച്ചിട്ട് നമ്മളെ എന്നേക്കുമായി നീതിമാന്മാരാക്കിയിട്ട് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാ. നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ആയിരിക്കുന്ന ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ. അങ്ങനാണെങ്കിൽ, അങ്ങനെ ജീവിക്കുന്നവർക്ക്
കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുമ്പോൾ സന്തോഷം കാണും. കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷം കാണും. സുവിശേഷ വേലയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷം കാണും. ഓരോ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കാൻ സമയം വേറിട്ടിരിക്കും. ആരും പറഞ്ഞിട്ടില്ല, അപ്പനോ അമ്മയോ മക്കളോ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ അകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് അവരെ ഉപദേശിക്കും. ഇതാണ് വീണ്ടും ജനനത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത. ആ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും എപ്പോഴും കർത്താവിൻ്റെ രണ്ടാം വരവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Thank you, Pastor Shibin. നമ്മെ കേൾപ്പിച്ച നല്ല ചിന്തകൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല